വിവാഹം മുടങ്ങിയതിൻ്റെ വിഷമത്തിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ഗംഗ. ഇതേ സമയം കാവേരി വിനീതിനെയും കൊണ്ട് വിവാഹപന്തലിലോട്ട് വരുന്നുമുണ്ട്. ഇതുവരെയായിരുന്നു ലാസ്റ്റ് എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നറിയുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഗംഗ വിവാഹം മുടങ്ങിയ വിഷമത്തിൽ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ചാടാൻ നേരത്ത്, അതായത് കോറിയുടെ മീതെയാണ് കയറി നിൽക്കുന്നത്. ചാടാൻ നേരത്ത് ഗംഗയുടെ മനസ്സിൽ ഗംഗയുടെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളും അച്ഛൻ പറഞ്ഞ വാക്കുകളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ ചാടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്ത് കാവേരി വിനീതിനെയും കൊണ്ട് നിവിൻ്റെ കാറിൽ വരുന്നുണ്ട്. അവർ വരുന്നത് ഈ ഗംഗ നിൽക്കുന്ന കാറിയുടെ അടുത്തു കൂടെയുള്ള റോഡിലൂടെയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് കാവേരിക്ക് മനസ്സിലാവുകയാണ് ഗംഗയാണ് ആ കോറയുടെ മീതെ കയറി നിൽക്കുന്നത് എന്ന് മനസ്സിലാവുകയും കാവേരി ഗംഗയെ രക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെ രക്ഷിച്ച് കുറേ വഴക്കൊക്കെ പറഞ്ഞ് എങ്കിലും സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ അവർ കല്യാണ മണ്ഡപത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഇവരുടെ വണ്ടിക്ക് കുറുകെ ജയപാലൻ്റെ വണ്ടി വരികയും അവരും ജയപാലനും തമ്മിൽ ഒരു വാക്ക് തർക്കം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ജയപാലൻ വിചാരിച്ചിട്ടുള്ളത് വിവാഹം മുടങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് ജയപാലൻ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വണ്ടിയിൽ ആരൊക്കെയുണ്ട്? നമ്മുടെ വിനീതും ഗംഗയും ആ വണ്ടിയിലുണ്ട്. അവരെ കാണുമ്പോൾ ജയപാലൻ ആകെ ഞെട്ടിത്തരിക്കും. ജയപാലന് അത് വല്ലാത്തൊരു അടിയാവും. പക്ഷേ കാവേരി ജയപാലൻ നല്ല 2 ഡോസ് ഡയലോഗൊക്കെ പറഞ്ഞ് വയറൊക്കെ നിറച്ചിട്ടാണ് അവിടെ നിന്ന് വിടുന്നത്. ഇനി അടുത്തത് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഗംഗ വിനീത് കല്യാണമാണ്. വിനീതിൻ്റെ ഒരുപാട് കാലത്തെ സ്നേഹമാണ് ഇന്ന് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. അങ്ങനെ വിനീത് ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടും. തീർച്ചയായും ഗംഗ സന്തോഷവതിയാണ്. കാരണം ഒരിക്കലും തനിക്ക് ലഭിക്കില്ലെന്ന് വിചാരിച്ച വിവാഹം ആണ്, അല്ലെങ്കിൽ താലിയാണ് ഇന്ന് കിട്ടുന്നത്. ഗംഗ പൂർണ്ണ മനസ്സോടു കൂടി തന്നെയാണ് വിനീതിൻ്റെ താലി സ്വീകരിക്കുന്നത്. അങ്ങനെ താലി കെട്ടിക്കഴിഞ്ഞു. അടുത്ത ചടങ്ങ് കുങ്കുമം തൊടിയിക്കലാണ്. അങ്ങനെ കുങ്കുമം തൊട്ട് സുമംഗലിയാകും നമ്മുടെ ഗംഗ. അതിനുശേഷം പെൺകുട്ടിക്ക് വരൻ പുടവ കൊടുക്കുകയാണ്. പുടവ കൊടുക്കാൻ വേണ്ടി തട്ടെടുത്ത് ഗംഗയ്ക്ക് വിനീത് കൈമാറും. അങ്ങനെ പൂജാരി എല്ലാവിധ കർമ്മങ്ങളും മുന്നിൽ നിന്ന് ചെയ്യിച്ച് വിവാഹം മംഗളകരമായിട്ട് തന്നെ അവസാനിക്കും. അപ്പോഴേക്കും നമ്മുടെ സുജാതയും ഗീതയും മനസ്സിലാക്കിയിട്ടുണ്ട് വിനീത് അവിടെ നിന്ന് പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അവർ വിവാഹം നടക്കുന്ന അമ്പലത്തിലോട്ട് വരും. ഇവരെ കണ്ടതോടുകൂടി ഗംഗയ്ക്ക് ആകെ പേടിയാവാൻ തുടങ്ങും. പക്ഷേ ഗംഗയ്ക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടി വിനീത് ഗംഗയുടെ കൈ മുറുക്കെ പിടിച്ച് അവളെ സമാധാനിപ്പിക്കും. അതായത് ഗംഗയെ വിനീത് കൈ പിടിക്കുമ്പോൾ വിനീതിൻ്റെ എല്ലാ കരുതലും സ്നേഹവും അവൻ്റെ ആ പിടുത്തത്തിലുണ്ട്. അതായത് അത്രയും മുറുകെയാണ്. അതായത് ഞാൻ എന്തൊക്കെ വന്നാലും ഞാൻ നിന്നെ കൈവിടില്ല എന്ന അർത്ഥത്തിലാണ് വിനീത് അങ്ങനെ കൈ പിടിച്ചിട്ട് ഉള്ളത്. അങ്ങനെ നമ്മൾ ഇത്രയും കാലം കാത്തിരുന്ന ഗംഗ വിനീത് വിവാഹം നടന്നിരിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ സീരിയൽ കഥകളും ലൈവ് റിവ്യൂസും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.